ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഫൈസൽ സാറാണ്. യെസ് മക്കളെ, നമ്മുടെ പുതിയ സ്കൂളൊക്കെ സ്റ്റാർട്ട് ചെയ്തു, പുതിയ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ആക്ച്വലി 8ാം ക്ലാസ്സിലേക്ക് നമ്മളെല്ലാം കയറിയിരിക്കുന്നു. 8ാം ക്ലാസ്സിലെ ചാപ്റ്റേഴ്സുകൾ നമുക്ക് എല്ലാവർക്കും സ്കൂളുകളിൽ തുടങ്ങിയിരിക്കുന്നു. എന്താ സ്കൂളിൽ ചാപ്റ്റേഴ്സുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് പറയുന്നത്? എങ്ങനെയുണ്ട് ചാപ്റ്റേഴ്സുകളൊക്കെ ഉള്ളത്? ചാപ്റ്റേഴ്സുകളെല്ലാം ഈസിയാണ് ആണോടാ? ചാപ്റ്റേഴ്സൊക്കെ ഈസി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ അതോ ടഫായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? ആക്ച്വലി ഞാനിന്ന് പറയാൻ പോകുന്നത് കാരണം ഓരോ ചാപ്റ്റേഴ്സുകളും നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ചാപ്റ്റേഴ്സിൽ എന്താണ് ഡിസ്കസ് ചെയ്യേണ്ടത് എന്ന കാര്യമാണ് ആക്ച്വലി ഞാൻ ഇന്ന് ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്ന് വിചാരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ചാപ്റ്റർ പഠിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആ ചാപ്റ്റർ കേൾക്കണമെങ്കിൽ, ആ ചാപ്റ്റർ നമുക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം എന്താ അതിൽ പറയുന്നത്. അല്ല, ആ ചാപ്റ്റർ എടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യമായിട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു മൂഡ് കിട്ടിക്കൊള്ളണമെന്നില്ല, ഒരു വൈബ് കിട്ടിക്കൊള്ളണമെന്നില്ല. നമുക്ക് വേണ്ടി വേണം. ഇപ്പം ചില ചാപ്റ്റേഴ്സുകളിലൊക്കെയാണ് ഈ ചാപ്റ്റർ ഇന്നതൊക്കെയാന്ന് കേൾക്കും, ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്, എന്നാൽ ഞാൻ പഠിക്കാട്ടോ എന്നൊരു ചിന്ത എൻ്റെ മക്കൾക്ക് വരില്ലടാ. സോ അതുകൊണ്ട് തന്നെ ഓരോ ചാപ്റ്റേഴ്സുകളിലും എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് 7 ചാപ്റ്റേഴ്സുകളാണ് ആക്ച്വലി ഗവൺമെൻറ് ഇപ്പോൾ തന്നിട്ടുള്ളത്. 7 ചാപ്റ്റേഴ്സിൻ്റെ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കാണ് വന്നിട്ടുള്ളത്. ഈ പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കിൽ നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. നമ്മുടെ ഫസ്റ്റ് ടേം എക്സാമിനേഷൻ ഉണ്ടാവുമെന്നും ഉണ്ടാവില്ല എന്നും ആക്ച്വലി കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഓണം എക്സാമിനേഷൻ ചിലപ്പോൾ ക്യാൻസൽ ചെയ്യും, ചിലപ്പോൾ ക്യാൻസൽ ചെയ്യില്ല എന്നൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ആക്ച്വലി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഓണം എക്സാമിനേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് മേ ബി ഉണ്ടായിരിക്കുക ഒരു 4 ചാപ്റ്റേഴ്സ് എന്നുള്ള ക്വസ്റ്റ്യനുകളാണ് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ളത്, ഫസ്റ്റിലെ 4 ചാപ്റ്റേഴ്സ്. സോ അതുകൊണ്ട് ഞാൻ അതിലേക്ക് തന്നെ വരാം. നമ്മുടെ ചാപ്റ്റേഴ്സിന്റെ പേരുകൾ ഇവിടെ കൃത്യമായിട്ട് നോക്കാം. ദ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നതാണ് അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്ന് പറയുന്ന ചാപ്റ്റർ. ഈ അധിനിവേശവും ചെറുത്തുനിൽപ്പും എന്ന് പറഞ്ഞ ചാപ്റ്റർ അടിപൊളിയായിട്ടുള്ള ചാപ്റ്റർ ആണോ? അങ്ങനെ തന്നെ പറയും. അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ട് ചാപ്റ്ററാണ്. കാരണം ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വൈബ് നമുക്ക് ഹിസ്റ്ററിയുടെ ഭാഗത്ത് നിന്ന് പഠിക്കാൻ പറ്റുന്ന ചാപ്റ്ററാണ്. നമ്മുടെ ഇന്ത്യയിലേക്ക് ഫോറിനേഴ്സ് ഒക്കെ വന്നില്ലേടാ, ഇന്ത്യയിലേക്ക് വിദേശികളായിട്ടുള്ള ആദ്യമായിട്ട് വന്ന ആളാരാ? യെസ്, എക്സാക്ട്ലി, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ദാറ്റ് ഈസ് വാസ്കോ ഡ ഗാമ. വാസ്കോ ഡ ഗാമ 1498 കോഴിക്കോട് കാപ്പാടാണ് കപ്പലിറങ്ങിയത് അല്ലേ? 1498 കോഴിക്കോട് കാപ്പാടാണ് എന്ത് വാസ്കോ ഡ ഗാമ വരുന്നത്. ഈ വാസ്കോ ഡ ഗാമ വന്നതിന് ശേഷം പിന്നീട് ഡച്ചുകാർ വന്നു, ബ്രിട്ടീഷുകാർ വന്നു, ഫ്രഞ്ചുകാർ വന്നു. ഇങ്ങനെ ഇവരൊക്കെ ഇവിടെ വന്നു. ഇവിടെയൊക്കെ ഇവർ വരുന്ന സമയത്ത് ഒരിക്കലും വന്ന പിറ്റത്തെ ദിവസം തന്നെ അവിടെ വരെ ഭരണമൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നിങ്ങൾ ആലോചിക്കാം, പോർച്ചുഗീസുകാർ വന്നു, പോർച്ചുഗീസുകാർക്ക് ശേഷം ഇവിടെ ഡച്ചുകാരാണ് വന്നത്, ഡച്ചുകാർക്ക് ശേഷം ബ്രിട്ടീഷുകാരാണ് വന്നത്, അതിനുശേഷമാണ് ഫ്രഞ്ചുകാർ വന്നത്. പക്ഷേ പിന്നീട് ഏറ്റവും അവസാനം വരെ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ബ്രിട്ടീഷേഴ്സ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ കഥകൾ എന്താണെന്നുള്ളതാണ് ശരിക്കും നമ്മുടെ 1ാമത്തെ ചാപ്റ്ററിൽ പഠിക്കുന്നത്. നമ്മുടെ ബ്രിട്ടീഷുകാർ വരുന്നത് വരെയുള്ള സമയവും അതുപോലെ തന്നെ അവർ വന്നതിന് ശേഷം നമ്മൾ അതിനെതിരെ സ്ട്രഗിളുകൾ നടത്തിയിട്ടുണ്ട്, നമ്മൾ സ്വതന്ത്ര സമരങ്ങളൊക്കെ നടത്തിയിട്ടില്ലേ. അതിൻ്റെ സ്റ്റാർട്ടിങ് സെഗ്മെൻറ്റ് അവിടെ ഈ നമ്മുടെ ആക്ച്വലി കാടുകളിലൊക്കെ വെച്ച് നടന്നിട്ടുള്ള കലാപങ്ങളെ കുറിച്ചിട്ട്, കുറിച്യ കലാപം തുടങ്ങിയിട്ടുള്ള കലാപങ്ങളെ കുറിച്ചൊക്കെയാണ് ആക്ച്വലി നമ്മുടെ സ്റ്റാർട്ടിങ് സെഗ്മെൻ്റ് ആണ് ആക്ച്വലി നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പറയുന്നത്. അവിടെ ഇന്ത്യയിലേക്ക് വന്ന ഫോറിനേഴ്സിനെ കുറിച്ച് എല്ലാം തന്നെ. എന്നാൽ 2ാമത്തെ ചാപ്റ്റർ ആയിട്ടാ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ടല്ലോ. ഇവിടെയാണെങ്കിൽ നമ്മൾ ഒന്നും കൂടെ സ്വതന്ത്ര സമരം എന്ന് പറയുന്ന ഇൻഡിപെൻഡൻസ് വാറുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. മഹാത്മാഗാന്ധിയെ കുറിച്ചിട്ടും ഗാന്ധിജി ഇന്ത്യയിലേക്ക് വന്നതിനെ കുറിച്ചിട്ടും ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ സ്ട്രഗിളുകളെ കുറിച്ചും സമരങ്ങളെ കുറിച്ചിട്ട് ആ സമയത്ത് തന്നെയാണ് മഹാത്മാഗാന്ധിയിലൂടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം എങ്ങനെ കിട്ടി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുന്നു. അതിനുവേണ്ടി ഒരുപാട് ലീഡേഴ്സ് ഇതിനു വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് നമ്മുടെ പൊളിറ്റീഷ്യൻസ് തന്നെ ആക്ച്വലി നമുക്ക് അവർ പറയുന്നത് ഒരുപാട് പോയറ്റ്സ്, കവികൾ ഇതിനു വേണ്ടി നമ്മൾ രവീന്ദ്രനാഥ ടാഗോറിനെ പോലെയുള്ള ഒരുപാട് പേര്. അപ്പൊ ഇവരിതിനു വേണ്ടി വർക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങളും വന്ദേ മാതരം, സാരേ ജഹാം സേ അച്ഛാ, ഈ സോങ്ങുകളെ കുറിച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ 2ാമത്തെ ചാപ്റ്ററിൽ ആക്ച്വലി ഡിസ്കസ് ചെയ്യാം. എന്നാൽ 3ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ആക്ച്വലി ഫ്രം ദ ജിയോഗ്രഫിക്കൽ ഏരിയ, ഭൂമിയുടെ ചലനങ്ങൾ, ഭ്രമണവും പരിക്രമണവും എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അത് അടിപൊളിയായിട്ടുള്ള ചാപ്റ്ററാണ്. ഞാൻ അങ്ങനെ തന്നെ പറയും. കാരണം അടിപൊളി, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചാപ്റ്ററാണ് ഭൂമിയുടെ ചലനങ്ങൾ, ഭ്രമണവും പരിക്രമണം, റൊട്ടേഷൻ ആൻഡ് റവല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഇവിടെ നമ്മൾ എർത്തിനെ കുറിച്ചിട്ടും ഭൂമിയിൽ എന്തുകൊണ്ടാണ് ഓരോ സീസൺ, ഓരോ കാലങ്ങൾ ഉണ്ടെന്ന്, മഴക്കാലം ഉണ്ടാവാനുള്ള കാരണം, വേനൽക്കാലം ഉണ്ടാവാനുള്ള കാരണം എന്താണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ചിലപ്പോഴൊക്കെ നമ്മൾ ടി വിയിൽ നമ്മൾ കളികളൊക്കെ കാണാമല്ലോ. ഇപ്പോൾ ഫുട്ബോൾ നമ്മൾ കഴിഞ്ഞു, അതുപോലെ തന്നെ ക്രിക്കറ്റ് ഒക്കെ കാണുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട് ഇന്ത്യൻ സമയവും അതുപോലെ തന്നെ വിദേശത്തുണ്ടാകുന്ന സമയവും തമ്മിൽ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. നിങ്ങളുടെ പാരൻസ് ഒക്കെ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അവരൊക്കെ ചിലപ്പോഴൊക്കെ പറയാറുണ്ടാവും, ഇവിടെ നമ്മളെ ഇന്ത്യയിൽ ഒരു 5 മണിയുള്ള സമയത്ത് ചിലപ്പോൾ നമ്മൾ ചോദിക്കും അവിടെ എത്ര ആയി ചോദിക്കുമ്പോൾ അവർ 3 മണി എന്നൊക്കെ പറയും. അതെന്തുകൊണ്ടാണ് ആ വേരിയേഷൻ? നമുക്ക് ഓരോ രാജ്യത്തിൻ്റെയും ടൈമിനെ നമുക്ക് ഇനി കണ്ടെത്താൻ പറ്റും. അത് എങ്ങനെയാണ് കണ്ടെത്താൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ 3rd ചാപ്റ്ററിൽ പഠിക്കുക. then അത് കഴിഞ്ഞാൽ 4ാമത്തെ ചാപ്റ്റർ അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങളും സമ്പദ് വ്യവസ്ഥയും എന്ന് പറയുന്നത് നമ്മുടെ എക്കണോമിക്സിലെ ചാപ്റ്ററാണ്. അവിടെ വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ ഹും ടു പ്രൊഡ്യൂസ് എന്നൊക്കെ പറയുന്ന നമ്മുടെ ബേസിക് ആയിട്ട് എക്കണോമി, നമ്മുടെ സമ്പത്ത് ഫേസ് ചെയ്ത പ്രശ്നങ്ങളും അതുപോലെ തന്നെ കുഞ്ഞു കാര്യങ്ങളാണ് എന്ത് ചെയ്യാനുള്ളത് അവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ വരെ ആവാനാണ് നിങ്ങൾക്ക് സാധ്യത. ഇനി അതിലെ വേരിയേഷൻ നമ്മൾ സ്കീം ഓഫ് വർക്ക് വന്നാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ.
ദെൻ 5ാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ ഭരണഘടന, അവകാശങ്ങളും കർത്തവ്യങ്ങളും, നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സുകൾ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസുകൾ. ആ ഫണ്ടമെന്റൽ റൈറ്റ്സുകളുടെ ഭാഗമായിട്ട് നമുക്ക് നിർബന്ധമായിട്ടും നമ്മളൊരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ, നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു സിറ്റിസൺ എന്ന നിലയിൽ നമുക്ക് കിട്ടേണ്ട റൈറ്റുകൾ എന്തൊക്കെയാണ്, നമ്മൾ ഈ ഗവൺമെന്റിനോട് ചെയ്യേണ്ട ഡ്യൂട്ടീസ് ഏതൊക്കെയാണ്, ഈ കാര്യങ്ങളെ കുറിച്ചാണ് അവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. 6th ചാപ്റ്റർ വിഭവ വിനിയോഗവും സുസ്ഥിരതയും എന്ന് പറയുന്ന ചാപ്റ്റർ. ഇറ്റ്സ് ഫ്രം ദ ജിയോഗ്രഫിക്കൽ ഏരിയ, എക്കണോമിക്സിന്റെ ഏരിയ ആണ്. അതുപോലെ തന്നെ അടുത്താണ് മാധ്യമങ്ങളും സാമൂഹിക പ്രതിഫലനങ്ങളും എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യോളജിയുടെ ഭാഗം. അപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് ആക്ച്വലി നിങ്ങൾക്ക് ഈ ഒരു വർഷം പഠിക്കാനുള്ളത്. നമ്മൾ ആദ്യത്തെ 4 ചാപ്റ്റേഴ്സ് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ സെറ്റ് ആക്കിയിട്ട് എന്ത് ചെയ്യാണ്ട് പഠിക്കേണ്ടതുണ്ട്. നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. അപ്പൊ ആക്ച്വലി നിങ്ങളോട് എല്ലാവരോടും എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സൈലത്തിലെ യോദ്ധ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ഏറ്റവും അവസാനത്തെ സെഗ്മെന്റിലാണ് നമ്മൾ നിൽക്കുന്നത്. പുതിയ വർഷമാണ്, പുതിയ ടെക്സ്റ്റ് ബുക്കാണ്, പുതിയ സ്കൂളിലൊക്കെ ആയിരിക്കും. അവിടെ എത്തുമ്പോൾ എൻ്റെ മക്കൾ അടിപൊളിയായിട്ട് പഠിക്കണം, അത് സെറ്റാക്കിയിട്ട് മാറ്റണം. അതുകൊണ്ട് പഠിക്കാനുള്ള മക്കളെല്ലാവരും, ആഗ്രഹിക്കുന്ന മക്കളെല്ലാവരും നല്ല ഉഷാറായിട്ട് പഠിക്കണമെന്ന് ഇഷ്ടപ്പെടുന്ന മക്കളെല്ലാവരും സൈലത്തിലെ യോദ്ധ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ മറക്കരുത്. താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഒന്ന് ജോയിൻ ചെയ്താൽ മാത്രം മതി. ബാക്കിയുള്ള നമ്മൾ അവിടെ സെറ്റാക്കി പഠിക്കും. അവിടേക്ക് എത്രയോ ക്ലാസ്, നമ്മുടെ ചാപ്റ്റേഴ്സുകളൊക്കെ എന്ത് ചെയ്തു, ഒരുപാട് ബാങ്കുകളൊക്കെ നമ്മൾ ആക്ച്വലി കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനിയും നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ജോയിൻ ചെയ്യാനുള്ള മക്കളെല്ലാവരും എന്ത് ചെയ്യുക, ഇമ്മീഡിയറ്റ് ആയിട്ട് ജോയിൻ ചെയ്തേക്കാം. സോ ടാറ്റാ, ബൈ.